ജയ് മാതാ. ചരണം ശരണം രാമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഇപ്പം രാവിലെ ധ്യാനിക്കാനിരുന്നാൽ പൊടി പൂരാ. എന്താ കാര്യം? എൻ്റെ ഈ കഥ പറഞ്ഞോളൂ കേട്ടോ. ദാ 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 ഈ കഥയൊക്കെ പറയാം. ഇതൊക്കെ ഞാൻ കാട്ടിയ വികൃതികൾ തന്നെയാ. നോക്കുമ്പോൾ ആരാ? കുഞ്ഞീഷ്ണൻ അമ്മയുടെ മടിയിലിരുന്ന് പൊരിയാണ്. അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ അച്ഛൻ ഞാൻ രണ്ടുപേരെയും മടിയിൽ നിന്ന് ഇറക്കി വെക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതിന്ന്? അപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി മൂപ്പരുടെ ഒരു ചിരിയുണ്ട്. കാണേണ്ടത് തന്നെയാ. ഇതൊക്കെ എവിടെ നടക്കണ കാര്യാ? എൻ്റെ ഹൃദയ കമലത്തിൽ അമ്മ മനസ്സാകുന്ന കടിഞ്ഞാൻ പിടിച്ചിരിക്കണില്ലേ? അവിടെ കുഞ്ഞീഷ്ണൻ മടിയിലിരുന്ന് ഇരിക്കാൻ പൊറുതി തരുന്നില്ല. കഥ പറയൂ എന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ പോലും അന്വേഷിക്കാൻ തോന്നാറില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ ഞാൻ ചോദിക്കണത് വലിയ ഇഷ്ടമൊന്നുമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനറേഷൻ ഗ്യാപ്പ് വലിയ പ്രശ്നം തന്നെയാണേ. അവരുടെ ലെവൽ ഓഫ് തിങ്കിങ് എനിക്ക് വരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ഒപ്പം ഇരുന്ന് സ്റ്റണ്ട് പടം കാണുമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊക്കെ മാറി. അമ്മയുടെ കഥകൾ കേൾക്കാനും പറയാനും തുടങ്ങിയപ്പോൾ സ്റ്റണ്ട് പോയിട്ട് ഒരു ചെറിയ രീതിയിൽ പോലും ഒന്നിനെ ദ്രോഹിക്കണത് കാണാൻ വയ്യാണ്ടായി. കുട്ടികൾക്കാണെങ്കിൽ സിനിമ കാണലും അതിൻ്റെ കാര്യങ്ങൾ പറയലും ന്യൂജൻ യൂട്യൂബ് വീഡിയോസ് കാണലും തന്നെയാണ് പണി. പഠിക്കണ നേരം സീരിയസ് ആയി പഠിക്കൂട്ടോ. അതൊന്നും ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ രണ്ടുപേരും CA എന്നൊരു കുന്നെടുത്ത് തലയിൽ വെക്കില്ലല്ലോ. ഈ ന്യൂജൻ പദങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതോടെ അവർക്ക് എന്നോടൊരു വിശേഷവും പറയാനില്ലാണ്ടായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ കഥകളും ഭാഗവത സപ്താഹ കഥകളും കുറേ അനുഭവ കഥകളും ഒക്കെ യൂട്യൂബിൽ കാണാൻ തുടങ്ങിയത്. അപ്പം ഞാനും ഇതുപോലെ കുഞ്ഞീഷ്ണൻ്റെ കഥകൾ പറഞ്ഞാൽ എന്താണ് എന്ന് വിചാരിച്ചിട്ട് കഷ്ടിച്ചൊരു 2 ദിവസമേ ആയിട്ടുള്ളൂ. ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ എന്ന പാഠക വിദഗ്ധൻ ഭഗവാന്റെ കഥ പറയുമ്പോൾ അതിലിങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ഇപ്പം മനസ്സിൽ ആ കുഞ്ഞീഷ്ണൻ ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ്. ഞാനും ഇതുപോലെ കഥ പറയണോ എന്ന് ആലോചിച്ചപ്പോഴേക്കും പോരെ പൂരം. പിന്നെ പിന്നാലെ നടക്കുക, ആ കഥ പറയൂ ഈ കഥ പറയൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇരുന്നതാ ഒരു കഥ പറയാമെന്ന് വെച്ചിട്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പാടിയ പൂന്താനത്തിൻ്റെ കഥ തന്നെ ആവട്ടെ ആദ്യം. കാരണം ഉണ്ണീഷ്ണൻ മനസ്സിൽ കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണികളുടെ അടുത്ത് അനാവശ്യ ഇടപെടലുകളും ഉപദേശങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഒഴിവാക്കി. അവരെയും ആ ശക്തി സ്വരൂപിണിയായ അമ്മ വേണ്ട വിധത്തിൽ കൊണ്ട് നടന്നോളും. കുറുമ്പനായ ഈ വികൃതിക്കുട്ടൻ എൻ്റെ കണ്ണൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോളും. അവരെ വേണ്ട വിധത്തിൽ മുന്നോട്ട് നയിച്ചോളും എന്ന ഉറപ്പ് മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ തന്നു തുടങ്ങി. എൻ്റെ ഉള്ളിൽ എങ്ങനെ ഞാൻ അമ്മയും കുഞ്ഞീഷ്ണനെയും കാണുമോ അതുപോലെ അവരുടെ ഉള്ളിലും ഇരുന്ന് അവരെ നയിക്കുന്നുണ്ട് എന്ന് ഞാൻ സങ്കല്പിച്ചു തുടങ്ങി. അപ്പോൾ ആ വിശ്വാസം അങ്ങോട്ട് ദൃഢമായപ്പോൾ പേടിയും പരിഭ്രമവും ഒക്കെ പോയി ആ സ്ഥാനത്തൊരാനന്ദം വന്ന് നിറയണു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പൂന്താനത്തിന് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുഞ്ഞീഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണേ. പ്രത്യക്ഷത്തിൽ കുഞ്ഞീഷ്ണനെ കാണുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഒരിക്കൽ കള്ളന്മാർ ആക്രമിക്കാൻ വന്നു. എപ്പോഴാണെന്നറിയോ? അദ്ദേഹം ഗുരുവായൂർ പോകുമ്പോൾ. ഇല്ലത്തുനിന്ന് ഗുരുവായൂർക്ക് പോവുക. അപ്പോൾ വഴിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. ഒരു ഭാഗവത പുസ്തകമാണ് ആകെ ഉള്ളത്. കള്ളന്മാർ വന്നപ്പോൾ പറഞ്ഞു, ഇതാ ഈ ഭാഗവതമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ, ഇതെടുത്തോളൂ വേണമെങ്കിൽ. അപ്പോൾ അവർ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്വർണ്ണമോതിരം കിടക്കുന്നുണ്ട്.
അതിൽ രത്നങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതഴിച്ചു തരാൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അത് അഴിച്ചു കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും അതാ വരണു ഒരു കുതിരപ്പുറത്ത് ഒരാൾ, ഒരു വാളൊക്കെ ഉണ്ട് കയ്യിൽ. വന്നു ഇവരെല്ലാവരെയും തമർത്തി അങ്ങോട്ട് എല്ലാവരെയും അങ്ങോട്ട് അടിച്ച് ഓടിച്ചു. അപ്പോൾ പൂന്താനം ചോദിച്ചു, ആരാ? പറഞ്ഞു, ഞാൻ ആരാന്നൊന്നും പറയണ്ട. അല്ല, അറിയണം, എന്നെ സഹായിച്ച ആളാരാന്ന് അറിയണമല്ലോ, അതുകൊണ്ട് പറയൂ ആരാന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ മങ്ങാട്ടച്ഛനാണ്. അവിടുത്തെ ഇങ്ങനെ കള്ളന്മാർ ഉപദ്രവിക്കാൻ നിന്ന് കണ്ടപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ. എന്നാ ഇതാ ഈ കള്ളന്മാർ കൊണ്ടുപോകാൻ വിചാരിച്ചതായി ഈ മോതിരം. എന്തായാലും അവരുടെ അടുത്തുനിന്ന് ആ മുതൽ രക്ഷിച്ചു തന്നില്ലേ, ഇത് അങ്ങേക്കിരിക്കട്ടെ, എനിക്കിതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ മോതിരം ഊരി മങ്ങാട്ടച്ഛന് കൊടുത്തു. മങ്ങാട്ടച്ഛൻ വേഗം ഇദ്ദേഹത്തിനെ കുതിരപ്പുറത്തിരുത്തി ഗുരുവായൂർ കൊണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം തൊഴാൻ ചെന്നപ്പോൾ മേശാന്തി അതാ നിൽക്കണു പൂന്താനത്തിനെയും കാത്തിട്ട്. ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് ബിംബത്തിനടുത്തുള്ള മോതിരം പൂന്താനത്തിന് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. നോക്കിയപ്പോൾ പൂന്താനം മങ്ങാട്ടച്ഛന് കൊടുത്ത മോതിരാണ്. അദ്ദേഹത്തിനാണ്ട് അത്ഭുതമായി. മങ്ങാട്ടച്ഛനായിട്ട് ഇന്നലെ വന്ന് എന്നെ രക്ഷിച്ചത് ഈ കുഞ്ഞീഷ്ണനാണോ, ഈ ഭഗവാനാണോ? ഈശ്വരാ! ആ കുഞ്ഞികൃഷ്ണനെ അദ്ദേഹം മനസ്സുകൊണ്ട് 1000 വട്ടം നമിച്ചു. സ്വന്തം ഉണ്ണിയായിട്ട് തന്നെയാണ് ഭഗവാനെ പൂന്താനം കണ്ടിരുന്നത്. അതുകൊണ്ടും വേറൊരു ഉണ്ണിയെ പറ്റിയിട്ട് പൂന്താനം ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ണി വേണമെന്ന് വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായാൽ ഈ പൊന്നുണ്ണിക്കണ്ണനെ ഞാൻ മറന്നു പോവുമാവോ? ഗുരുവായൂർക്കൊന്നും സ്ഥിരമായിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റാതെ ആയാൽ അയ്യോ, ആലോചിക്കാനും കൂടി വയ്യ അങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് അദ്ദേഹം മോഹിച്ചിട്ടേ ഇല്ല ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന്. എന്നാൽ പൂന്താനത്തിൻ്റെ പത്നി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. തങ്ങൾക്കൊരു അനന്തരാവകാശിയൊക്കെ വേണ്ടേ? അവർ കുറച്ച് ലൗകികമൊക്കെ ആയിട്ട് ആലോചിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ഉണ്ണി വേണം എന്നുള്ള ചിന്ത വന്നു. ഒരു കുട്ടിയെ ലാളിക്കണമെന്ന് ഏത് സ്ത്രീയാ മോഹിക്കാത്തത്? അപ്പോൾ അവർ പൂന്താനത്തിനോട് പറഞ്ഞു, അങ്ങയുടെ സ്വന്തം ആളല്ലേ ഭഗവാൻ, ഒന്ന് ഭഗവാനോട് പറഞ്ഞൂടെ ഒരു ഉണ്ണിയെ തരാൻ? ഒന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ അവരുടെ മോഹപ്രകാരം എന്തായാലും അവർ ഗർഭിണിയായി. പൂന്താനം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അവരിങ്ങനെ പറയണത് പൂന്താനത്തിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവരുടെ ഈ ശല്യം പൂന്താനത്തിന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവരെന്തായാലും ഗർഭിണിയായി. അങ്ങനെ പൂന്താനത്തിന് ഒരു ഉണ്ണി ഉണ്ടാവുകയാണ്. ആ ഉണ്ണിയുടെ ജനനം അത്യാഘോഷമായിട്ട് കൊണ്ടാടി അവിടെ. അതിൻ്റെ പേരിടലും ജാതകർമ്മവും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഉണ്ണിയുടെ ചോറൂണിൻ്റെ ദിവസം. ചോറൂണൊക്കെ നിശ്ചയിച്ചു, എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവരും സമ്മാനപ്പൊതികളും എല്ലാമായിട്ട് വന്നു തുടങ്ങി. പൂന്താനത്തിൻ്റെ പത്നി കുട്ടിയെ കുളിപ്പിച്ച് ആ കട്ടിലുമ്മിൽ കിടത്തിയിട്ട് എന്തോ കാര്യത്തിന് അപ്പുറത്തേക്ക് പോയതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ കൊണ്ടുവരൂ, ചോറൂണിനുള്ള ഉണ്ണിയെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ പൂന്താനം ഉണ്ണിയെ എടുക്കാൻ ചെല്ലുക. അപ്പം എന്താ സ്ഥിതി? ആരോ ശ്രദ്ധിക്കാതെ കുറേ തുണികളും കുറേ ഈ കിട്ടിയ സമ്മാനപ്പൊതികളോ എന്തൊക്കെയോ കൊണ്ടുപോയിട്ട് കട്ടിലുമ്മ വലിച്ചിട്ടിട്ടുണ്ട്. ആ കട്ടിലുമ്മിൽ ഒരു കുഞ്ഞിക്കാല് പുറത്തേക്ക് കാണാണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ആ ഉണ്ണിയുടെ മേത്താണ് ഈ സാധനങ്ങൾ മുഴുവനും ഇട്ടിരിക്കണത്. എങ്ങനെയാ സഹിക്കുക? പൂന്താനം വേഗം ആ തുണികളും കാര്യങ്ങളെല്ലാം മാറ്റി ആ ഉണ്ണിയെ വാരിയെടുത്തു.
ഇത് കണ്ടുകൊണ്ടാണ് പൂന്താനത്തിൻ്റെ പത്നി ഓടി വരണത്. ഈശ്വര, എന്താ ഈ കാണണേ? അവരങ്ങോട്ട് അലറി പൂന്താനത്തിനോട്, ഇതാണോ അങ്ങയുടെ ഭഗവാൻ നമുക്ക് തന്നത്? ഇങ്ങനെയാണോ അങ്ങയെ ഭഗവാൻ സ്നേഹിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ പൂന്താനം കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പാടുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അദ്ദേഹത്തിന് ഉണ്ണി ഉള്ളപ്പോഴും ഇപ്പോൾ ഉണ്ണി പോയപ്പോഴും ഒരേ ഭാവമാണ്. കാരണം എന്താ അറിയോ? ഒരാനന്ദ സാഗരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഉണ്ണിയെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. പിന്നെ പത്നിയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ആയപ്പോൾ ഭഗവാനോടൊന്ന് സൂചിപ്പിച്ചു ആവോ. ഭഗവാൻ എന്തായാലും ആഗ്രഹം സാധിച്ചു കൊടുത്തു. പക്ഷേ അത് പൂന്താനത്തിൻ്റെ കാലിൽ വീണ ഒരു പൂട്ടാവുമോ? അദ്ദേഹത്തിന് ഗുരുവായൂരിൽ വന്ന് തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ തടസ്സമാവോ എന്നൊക്കെയുള്ളൊരു പരിഭ്രമം അദ്ദേഹത്തിനുണ്ടായിരുന്നോ അതോ ഇനി ഗുരുവായൂരപ്പനുണ്ടായിരുന്നോ അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യ സ്ഥാനം ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പൊന്നുണ്ണി. അതുകൊണ്ട് ഉണ്ണി ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് ആ ഒട്ടലോ ഒരു ബന്ധനോ ആ കുട്ടിയോടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് മരിച്ചപ്പോഴും അദ്ദേഹത്തിന് ഭാവവ്യത്യാസമില്ലാതെ നിൽക്കാൻ പറ്റിയത്. ഇതുപോലെ നമ്മൾ കുട്ടികളെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ആശ്രയിക്കാതെ, ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ, ഒരഭിപ്രായം പറയാതെ കഴിയാൻ പറ്റണമെങ്കിൽ പൂന്താനത്തിനെ പോലെ ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ ഉണ്ണിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് സ്വീകരിക്കുക. അപ്പോൾ അവിടെ കിടന്ന് വികൃതി കാണിക്കണത് ശ്രദ്ധിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് പുറത്തുള്ള ഒരു കാര്യവും ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല കേട്ടോ. അനുഭവം കൊണ്ട് പറയുക. ഉള്ളിലങ്ങോട്ട് പൂണ്ട് വിളയാടി തുടങ്ങും. പിന്നെ ഒന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. നമുക്ക് ചിരിച്ചിരിക്കാൻ, ആനന്ദത്തോടെ ഇരിക്കാനേ സമയം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവർക്കും സാധിക്കാൻ തുടങ്ങിയാൽ, എല്ലാവർക്കും ഈ പൊന്നുണ്ണിക്കണ്ണനെ ഉള്ളിലങ്ങോട്ട് നിറച്ച് വയ്ക്കാൻ തുടങ്ങിയാൽ, അതിൻ്റെ വികൃതി ഇങ്ങനെ കണ്ട് രസിക്കാൻ തുടങ്ങിയാൽ, പിന്നെ ഈ ലോകത്തിൽ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധയൊന്നും വരില്ല. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരും. സ്ഥിരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചോളും. പക്ഷെ നമ്മുടെ ശ്രദ്ധ കൂടുതലും ആ ഉള്ളിലേക്കായി തുടങ്ങും. ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങും. അതിൻ്റെ വികൃതികൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആനന്ദ സാഗരത്തിൽ തന്നെയായിരിക്കും. പൂന്താനത്തിനെ പോലെയും ഗോപികളെ പോലെയും. ഗോപികളോട് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ എന്നെ അന്തരാത്മദൃക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ ഗോപികാഗീതത്തിൽ എന്നെ പറ്റി പാടിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കോളൂ. അവിടെ ഞാനുണ്ട്. പുറത്ത് നോക്കുമ്പോഴല്ലേ ഞാനില്ലാത്തത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, അവിടെ ഞാനുണ്ട് എന്ന് ഗോപികാഗീതത്തിൽ അല്ല, ഗോപികമാരോട് ഭഗവാൻ പറഞ്ഞയച്ചില്ലേ ഉദ്ധവരുടെ അടുത്ത്. അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഉണ്ണിക്കണ്ണനെ കാണാം, ആ പരാശക്തിയായ അമ്മയെ കാണാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആനന്ദ സാഗരത്തിൽ ആറാടിയിട്ടായിരിക്കും ഇരിക്കുക. എന്തായാലും ഈ കഥ സജ്ജനങ്ങളുടെ പാദത്തിലും ആ പരാശക്തിയായിട്ടുള്ള അമ്മയുടെ പാദത്തിലും ആ കുറുമ്പൻ കുട്ടനായിട്ടുള്ള ആ വികൃതിക്കുട്ടനായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദത്തിലും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.